ഹായ്, ഒരു 5 വർഷം മുമ്പേ വന്ന ഒരു വീഡിയോ, ഒരു കുത്തിപ്പൊക്കൽ അത്രയേ ഉള്ളൂ. ഇന്ന് ഒക്കെ ഞാൻ കുറേയധികം വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പലരുടെയും കമൻസ് ഏകദേശം ഇങ്ങനെയായിരുന്നു. ഇതിനകത്തൊക്കെ എന്തോ സംശയങ്ങളുണ്ട്, പണ്ട് നടന്ന കാര്യങ്ങൾ ഇപ്പോൾ റിപ്പീറ്റഡ്ലി വന്ന് പറയുന്നു, എന്താണ് ഇതിനകത്ത് എന്തൊക്കെ ഉൾക്കൊള്ളിയുണ്ട്, ഒത്തിരി പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും വന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ആരുടെയെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പണ്ട് കാലം തൊട്ടേ എല്ലാവരും ഇത് പറയുന്നുണ്ട്. ഒരു കൃത്യമായ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നിപ്പോൾ എല്ലാവരും കൂട്ടത്തോടെ രാജിവെച്ചപ്പോൾ ഗണേശ് ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ഭയങ്കര സങ്കടമായി, വിഷമായി. പിന്നെ അമ്മ എന്ന് പറയുന്നവരുടെ ജീവനല്ലയോ, സ്വന്തം അമ്മ മരണപ്പെട്ട പോലുള്ള ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതേ വിഷമത്തിൽ കൂടെ പാസ്സായ ഒരുപാട് പെൺകുട്ടികളുണ്ട് എന്നുള്ളതാണ് വസ്തുത. WCC എന്ന് പറയുന്ന സംഘടന ഉണ്ടാകാൻ തന്നെ കാരണമായത് ഒരു പെൺകുട്ടി അതിഭീകരമായി, അതായത് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ ഒരു കൊട്ടേഷനിലൂടെ പീഡിപ്പിക്കപ്പെട്ടു, ബലാത്സംഗം ചെയ്യപ്പെട്ടു. ബലാത്സംഗം ചെയ്യപ്പെട്ടതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആ പെൺകുട്ടി അനുഭവിച്ച ഒരു ട്രോമ. അവൾക്ക് വേണ്ടിയിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടി, പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന വേണമെന്ന തീരുമാനം. അതിൽ പാർവതിയുടെയൊക്കെ റോള് ഭയങ്കരമാണ്. സീരിയസ്ലി ഫെമിനിസ്റ്റുകളെന്നും അല്ലെങ്കിൽ അവരെ പറ്റി ഫ്രീ സെക്സിൻ്റെ ആൾക്കാരാണെന്നും ഒക്കെ പറഞ്ഞ് വളരെ മോശമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രത്യേക ടീം തന്നെ ഉണ്ടായിരുന്നു. കളിയാക്കലുകൾ, കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുത്തലുകളിൽ ഒന്നൊക്കെ അവർ ശക്തി പൂണ്ട് അവർ ചെയ്തൊരു വലിയ കാര്യം തന്നെയാണ് ഇപ്പം നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞുമൊക്കെ പല രീതിയിൽ പെൺകുട്ടികളെ തന്നെ ആക്രമിക്കുന്ന ഒരു ടൈം ഇപ്പോഴും തീർത്തിട്ടില്ല, ഇപ്പോഴും നിർത്തിയിട്ടില്ല. നമ്മുടെ സൊസൈറ്റിയിലുള്ള ചില കെടുകാര്യസ്ഥതകൾ കൊണ്ടാണ് പലർക്കും ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത്. ഇത് റിപ്പീറ്റഡ്ലി നമ്മൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്ന ടൈമിൽ നമ്മളിത് അവതരിപ്പിച്ചിട്ടോ ഒന്നും കാര്യമില്ല. കാരണം ഇത് മനസ്സിലാക്കേണ്ടവർ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുകയാണ്. അവർക്കിത് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ഇത് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. ഇത് 5 വർഷം മുമ്പുള്ള ഒരു വീഡിയോ ആണ്. ഈ WCCയുടെ ഒരു പബ്ലിക് മീറ്റിൽ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞ കാര്യമാണ്. കേട്ട് നോക്കുക. എൻ്റെ പേര് അർച്ചന എന്നാണ്, അർച്ചന പത്നി എന്നാണ്. ഒരു എന്റെ മുഖം വരണമെന്നില്ല, പറയണം, നിങ്ങൾ കേട്ടാൽ മാത്രം മതി. എൻ്റെ പേര് അർച്ചന പത്മിനി എന്നാണ്. ഞാൻ വളരെ ചെറിയ റോളുകളൊക്കെ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. WCC ഫിലിം ഫെസ്റ്റിവലിൽ എടുത്ത് ക്യൂറേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയണം. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേ, ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു FKയിൽ. ശ്രീ B ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ പരാതി സ്വീകരിച്ചിട്ടുള്ളത്. ഇതുവരെ ഒരു അഡ്രസ്സും അതിൻ്റെ പേരിലില്ല. മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള പുള്ളിക്കാരൻ സ്റ്റാർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എനിക്കുണ്ടായ വളരെ മോശപ്പെട്ട ഒരു അനുഭവം. ഷെറിൻ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അതിലിപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഷെറിൻ സ്റ്റാൻലി ബാദുഷ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളറുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതിലിപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തൊഴിലില്ല, പക്ഷേ അയാൾ സജീവമായി സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. FKയിലേക്ക് ഞാൻ 2 മെയിൽ അയച്ചു. അതിന് 2നും റിട്ടേൺ ആയിട്ട് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. WCCയിൽ ഈ പ്രശ്നം പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഈ സിനിമ കഴിഞ്ഞു, സിനിമ പുറത്ത് വന്നു, എല്ലാം നിങ്ങൾ കണ്ടതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറേ കോൺവെർസേഷൻസ് നടന്നു. FKയുടെ കലൂർ ദേശാഭിമാനി ജംഗ്ഷനിലുള്ള ഓഫീസിൽ ഞാൻ പോയി പരാതി പറഞ്ഞു. എന്താ പറയുക, ഈ പറഞ്ഞ മഹാന്മാരുടെയൊക്കെ കൂടി ഇരുന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിലിപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പരാതി കൊടുത്ത ആളാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ്. ഐ ഹാവ് ലോസ്റ്റ് എന്ന് മാത്രമല്ല, അയാൾ വളരെ സജീവമായി വർക്ക് ചെയ്യുന്നു. എൻ്റെ പ്രോജക്റ്റ് എനിക്ക് വരുന്ന വളരെ, ഇപ്പം ഞാൻ പറയട്ടെ, ഇത്രയും വലിയ പ്രമുഖയായ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിനേത്രിയുടെ ദുരനുഭവമാണ് ഈ പറയുന്നത്. ഏറ്റവും മോശപ്പെട്ട ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നുപോയ സ്ത്രീക്ക് ഇനിയും നീതി കൊടുത്തിട്ടില്ലാത്ത ഈ പറയുന്ന സോക്കോൾഡ് എന്തിനോ വേണ്ടി നിലനിൽക്കുന്ന സംഘടനകൾ, എന്നെ പോലെ ഒരാൾക്ക്, വളരെ ചെറിയൊരു ആർട്ടിസ്റ്റിന് നീതി കിട്ടുന്നില്ല. ഇത് താര സംഘടനകളാണല്ലോ. പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല. വീണ്ടും ഒരു വെർബൽ റേപ്പിന് എനിക്ക് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അത്തരം മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോലീസിൽ പോയില്ല. നിലവിലുള്ള ഒരു സിസ്റ്റത്തിൽ എനിക്ക് പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് B ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആള്, CB മാലയിൽ എന്ന് പറയുന്ന വ്യക്തി, ഈ പറയുന്ന ഒരു സോഹൻ സീനുലാൽ എന്ന് പറയുന്ന ആള്, ഈ സോഹൻ സീനുലാൽ എന്ന് പറയുന്ന ആളാണ് ഞാനുമായി ബന്ധപ്പെട്ടിട്ട് FK ആയിട്ടുള്ള സമവായ ചർച്ചകൾ നടത്തുന്നത്. എന്നിട്ടൊന്നും ആയിട്ടില്ല. അയാൾ ഇപ്പോഴും സിനിമയിൽ ഇല്ല. ഐ ഡോണ്ട് നോ. ഞാൻ വളരെ ഇൻഡിപെൻഡന്റ് സിനിമകളൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവങ്ങൾ അധികം അറിയില്ല. അപ്പോൾ ഇവർ സംസാരിക്കുന്നു, ഇവർ നീതി തരുന്നു എന്ന് പറയുന്നു. ഇപ്പം റേപ്പിസ്റ്റിന്റെ കൂടെ നീതി എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ പോകണമെന്നാണ് ഞാൻ കേൾക്കുന്നത്. എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ഉളകളുടെ പുറകെ നടക്കാൻ സൗകര്യമില്ല. ഇത് 5 വർഷം മുമ്പ് ടെലികാസ്റ്റ് ചെയ്തതാണ്. മനോരമ മീഡിയ ഓൺ TV ലൈവിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അവരുടെ നിന്ന് കോപ്പി അടിച്ചെടുത്തതാണ്. ആക്ച്വലി ഇത് തന്നെയായിരുന്നു സംഭവം. ഈ ഊളകളുടെ പിറകെ നടക്കാൻ സമയമില്ലാത്ത പെണ്ണുങ്ങൾ വേണ്ട എന്ന് വെച്ചു. പക്ഷേ അപ്പോഴേ ഇവരെല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ചിട്ട് ആരുടെയോ നല്ല ഗൈഡ് ലൈനിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് അവർ കൊടുത്ത ഈ ഒരു സംഗതി വേണം എന്നുള്ള ഒരു ഡിമാൻഡ്. ആ ഡിമാൻഡിന് അനുസൃതമായിട്ട് ഹേമ കമ്മിറ്റി വന്നു. വിശദമായി പറഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മുടെ ഒരു അതിജീവിത അവർ വന്ന് പുറത്തു വന്ന ഈ കാര്യം പറഞ്ഞ് അവർക്ക് അനുഭവപ്പെട്ട ബുദ്ധിമുട്ട് പുറത്തു പറഞ്ഞപ്പോൾ അവർ ഒറ്റപ്പെടുത്തപ്പെട്ട ഒരു രീതിയുണ്ട്. കുറച്ച് പെൺകുട്ടികൾ മാത്രം അവർക്കൊപ്പം സപ്പോർട്ട് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, സംഗീത ലക്ഷ്മണ പോലെയുള്ള അഡ്വക്കേറ്റ്
അവർ പോലും ആ സ്ത്രീയുടെ ഏറ്റവും മോശപ്പെട്ട വശങ്ങൾ പറഞ്ഞുകൊണ്ട് അപഹാസിക്കുന്ന ഒരു വൃത്തികെട്ട സിനാരിയാണ് നമ്മൾ കണ്ടത്. സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ ശത്രുക്കളായി നിലകൊള്ളുകയും ഇങ്ങനെയുള്ള പെൺകുട്ടികളെ അധിക്ഷേപിക്കുകയും ചെയ്യും. ഭാവനയ്ക്ക് അങ്ങനെ ഒരു ചരിത്രമുള്ളതായിട്ട് നമുക്കറിയത്തില്ല. പക്ഷേ സംഗീത ലക്ഷ്മണ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർക്കെതിരെ ഒരു ആക്ഷൻ ഉണ്ടായില്ല. ഇപ്പോഴും അവർ ആ നിലപാടി ഉറച്ചു നിൽക്കുകയാണ്. മില്യൺ വ്യൂ ആണ് അവരുടെ ആ ഒരു ഇതിന് പോയിട്ടുള്ളത്. പേട്ടൺ ഫാൻസ് അവരെ തൂക്കി തലയിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? ഇപ്പോഴും എപ്പോഴും നിയമം അറിയുന്നവരാണ് നിയമപാലകർ, നിയമജ്ഞർ. ഇത് നിയമം അജ്ഞത, അതാണ് സംഗീത ലക്ഷ്മണനെ പോലുള്ളവർ ചെയ്തിരിക്കുന്നത്. ആ പെൺകുട്ടി അവളുടെ റൈറ്റ്സ് ആണ് മുന്നോട്ട് വെച്ചത്. ആ പെൺകുട്ടിക്ക് ഏർപ്പെട്ട ബുദ്ധിമുട്ട് അത് അവൾ മറ്റൊരു തരത്തിൽ ലൈംഗിക തൊഴിലാളിയാണെങ്കിൽ പോലും അവളുടെ സമ്മതമില്ലാതെ അവളോട് അത് ചെയ്യാൻ പാടില്ല എന്ന മിനിമം ബോധം പോലും ഇല്ലാതെ സംഗീത ലക്ഷ്മൺ നടത്തിയ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എങ്ങനെയാണ് പെൺകുട്ടികൾ മുൻപോട്ട് വന്നത് പറയുക? പറഞ്ഞാൽ എന്തായിരിക്കും അനുഭവം? ഫെഫ്കയ്ക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്തു ഈ പെൺകുട്ടി. എന്നിട്ടോ അവൾ കംപ്ലൈന്റ് കൊടുത്തവൻ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു, മുൻപോട്ട് പോകുന്നു, ഹോണറുണ്ട്. ഈ പെൺകുട്ടിയോ നിഷേധിക്കപ്പെട്ടു. സഹനടിയായിട്ട് അല്ലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് മാത്രം അഭിനയിച്ചുകൊണ്ടിരുന്ന അവൾക്ക് ആ അവസരങ്ങൾ പോലും നഷ്ടപ്പെടുന്ന ഒരു രീതിയുണ്ടായി. പിന്നെ എങ്ങനെയാണ് മുൻപോട്ട് വന്ന് കാര്യങ്ങൾ പറയുക? പെണ്ണിനെ ഒറ്റപ്പെടുത്തുകയും പെണ്ണിനെ അകറ്റി നിർത്തുകയും അവൾ പ്രശ്നക്കാരിയാണ്, അവളെ അടുപ്പിക്കേണ്ട എന്ന് പറയുകയും ചെയ്യുന്ന കൂട്ടായ്മ പൊളിയണ്ടേ? അയ്യോ, അതിൽ ഭയങ്കര സങ്കടം തോന്നിയിരുന്ന് കരയുന്ന കുറെ കൊണാണ്ട്രമാരെ കണ്ടപ്പോൾ പുച്ഛമാണ് തോന്നിയത്. ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധരായിട്ടുള്ളവരെ, സ്ത്രീകളെ അവഹേളിക്കുന്നവരെ, മറ്റ് സഹജീവികളായി സ്ത്രീകളെ അംഗീകരിക്കാൻ കഴിയാത്തവരെ ചേർത്ത് നിർത്തണമെന്ന് നിങ്ങൾക്ക് എന്താ അത്ര നിർബന്ധം? ഇങ്ങനെയുള്ളവന്മാരെ അകറ്റി നിർത്തണം. പൊളിറ്റിക്സിൽ അത് ഇഷ്ടം പോലെയുണ്ട്. എന്ത് തോന്നി വാസം കാണിച്ചു കളഞ്ഞാലും കുഴപ്പമില്ല. സ്ത്രീകൾ അതിനുള്ളതാണ് മെറ്റീരിയൽ. സ്വന്തം വീട്ടിലെ പെണ്ണ് സെക്യൂർ ആയിരിക്കണം. പുറത്തുള്ള പെൺകുട്ടികൾ ആര് വന്നാലും നമുക്ക് ഷെയർ ചെയ്യാം, നമുക്ക് ഒരു വട്ടം ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുമായിട്ടൊന്ന് ചെയ്യാം. എന്തുകൊണ്ട് ഈ തോന്നൽ വരുന്നു? ഇത് കർശനമായി നിരോധിക്കേണ്ട, നിർത്തലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെ വാശി പിടിച്ചിട്ട് എല്ലാവരുടെ കൂട്ടത്തോടെ ചേർന്ന് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇത് കേട്ടുകൊണ്ട് മിണ്ടാതാകും എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടികളുടെ മനോബലം അല്ലെങ്കിൽ അവരുടെ ആ നിശ്ചയദാർഢ്യത്തിനെ ചോദ്യം ചെയ്യുകയാണ്. ഈ ഒരാളുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഗണേശ് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലാതെ വേറെ ആരെ കൊണ്ടും ഈ പറയുന്ന സംഗതി നടത്തിക്കൊണ്ട് പോകാൻ ഒക്കത്തില്ല. പ്രളയത്തിൽ ഇത് രണ്ടും അങ്ങ് ഒഴുകിപ്പോയി. എന്തോ ചെയ്യും? അടുത്ത ആളെ നമ്മൾ തേർഡ് പേഴ്സണെ നോക്കത്തില്ലേ? ഇവർ തന്നെ മാത്രമേ ഉള്ളൂ അമ്മയും, സ്ത്രീകളെ കൊണ്ട് പറ്റത്തില്ല എന്ന് എന്താ ചിന്തിച്ചേ? ഇവിടെയാണ് ശരിക്കും പറഞ്ഞ അയണീത്തി. അതിനകത്തുള്ള ഓരോ പെൺകുട്ടിയുടെ ഈ കളിയാക്കലുകൾ അവിടെ നിലനിൽക്കണം. നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നവർ പറയുകയാണ്. നിങ്ങളെ കൊണ്ട് പറ്റില്ലേ? നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ കുടുംബത്തിന്റെ അത്താണി. ഓരോ പെൺകുട്ടിയും അങ്ങനെ തന്നെയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ആ പൊസിഷനിലേക്ക് വരുമോ? വെറും ഒരു പാഷൻ മാത്രമാണ്. എൻ്റെ ഒരു അറിവിൽ ഒരുപാട് പെൺകുട്ടികൾ സിനിമാ മേഖലയിൽ ഉള്ളവർ തന്നെയാണ് വീട്ടിൻ്റെ നെടും തൂണ്. അവരുടെ ഇൻകം തന്നെയാണ് ആ കുടുംബത്തിൻ്റെ മുഴുവൻ സ്രോതസ് അല്ലേ? അങ്ങനെയുള്ള നിങ്ങൾക്ക് കഴിവില്ല എന്ന് ഇവർ പറയുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അവരുടെ മേൽക്കോയ്മ, അവരുടെ ആധിപത്യം അത് അവർ വിട്ടുതരാൻ തയ്യാറല്ല. പൃഥ്വിരാജ് വന്ന് ജെന്യൂനായ ഒരു വിഷയം അവതരിപ്പിച്ചു, മനസ്സിലായി, പണി കിട്ടും. ടോവിനോ വന്നു, പണി കിട്ടും. ഇവർ രണ്ടുപേരും ഇനിയിപ്പോൾ സെക്രട്ടറിയോ പ്രസിഡന്റോ ഒക്കെ ആകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അങ്ങോട്ട് പിരുത്ത് വിട്ടേക്കാം, വേണ്ട. പിന്നെ ഇതെല്ലാം ഒന്ന് തണുക്കുമ്പം നമുക്ക് തന്നെ വലിയപ്പന്മാരായി അതിനകത്ത് ഒന്ന് കുത്തിയിരിക്കാം. അതാണ് ഉദ്ദേശം. ഇതൊക്കെ പകൽ പോലെ വ്യക്തമാണ്. മനസ്സിലായില്ല എന്ന് അഭിനയിക്കുന്ന മണ്ടന്മാർക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആണെന്നേ ഉള്ളൂ. എനിക്കിതൊക്കെ നേരത്തെ മനസ്സിലായി. ഇതേ വിഷയം തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നതിലുള്ള ബുദ്ധിമുട്ടാണ്. പലരും വന്ന് ബാഡ് കമൻറ്റ് ഇടുന്നുണ്ട്. അതിൽ മെയിനായിട്ട് അവർ പറയുന്നത് ഈ പെണ്ണുങ്ങളൊക്കെ മുൻപ് എന്തായിരുന്നു മിണ്ടാതിരുന്നത്, ഇപ്പം എന്താ മിണ്ടുന്നത്? ഇപ്പോഴാണ് അവസരം, ഇപ്പം കൂട്ടത്തോടെയുള്ള അവസരമാണ്. അപ്പോൾ ഒരാളെ വേർതിരിച്ച് നിർത്തിക്കൊണ്ടുള്ള ആക്രമണം ഉണ്ടാവത്തില്ല. കൂട്ടത്തോടെ ആകുമ്പോൾ പലർക്കും പല രീതിയിലുള്ള കൺസിഡറേഷൻ കിട്ടും. മാത്രമല്ല ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റിയുടെ ബേസിൽ കുറേ സപ്പോർട്ട് കിട്ടും. കിട്ടിയ അവസരം പാഴാക്കുന്ന എന്തിനാണ്? ആർക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിലും തുറന്നു തന്നെ പറയണം. ഇതിനകത്ത് ശത്രുത വെക്കേണ്ട കാര്യമില്ല, മറ്റൊരു രീതിയിലും നീക്കി നിർത്തപ്പെടേണ്ട കാര്യവുമില്ല. തുറന്നു പറയണം, തുറന്നു തന്നെ പറയണം. കൃത്യമായി പറഞ്ഞാൽ വളരെ ഭീകരമായ, വളരെ മോശപ്പെട്ട രീതിയിൽ പെൺകുട്ടികൾ അതിനകത്ത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്, അതുകൊണ്ട് ഇവിടെയും പാടുണ്ട്, മറ്റുള്ളിടത്തൊക്കെ നടക്കുന്നുണ്ട്, കാലങ്ങളായി നടക്കുന്നുണ്ട്. ഇത്തരം സാധനങ്ങളൊന്നും എടുക്കരുത്. അതൊക്കെ കാലങ്ങളായി നടക്കട്ടെ. എന്നും ഇത് നടക്കണമെന്ന് നിർബന്ധമുണ്ടോ? പണ്ട് കാലഘട്ടങ്ങളിൽ വസ്ത്രം കൊടുക്കില്ലായിരുന്നു, മറയ്ക്കാൻ അവകാശമില്ലായിരുന്നു, നേടിയെടുത്തില്ലേ? ഇന്നങ്ങനെയാണോ? അല്ലല്ലോ, മാറ്റം വരുന്നില്ലേ? കാലാനുസൃതമായി മാറ്റങ്ങൾ നിർബന്ധമാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായും പറയണം. പണ്ട് സ്ത്രീകൾക്ക് അടുക്കള കൊട്ടിലതിനപ്പുറം ഇങ്ങോട്ട് വരാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. പൊതു സദസ്സുകളിൽ സംസാരിക്കുന്ന പെണ്ണുങ്ങളെ തൻ്റെടി എന്നും അഹങ്കാരി എന്നും
ലൈംഗിക തൊഴിലാളി എന്നും പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. തൊഴിലാളി എന്നൊക്കെ എപ്പോഴാണ് പറയുന്നത്? അവനൊക്കെ പക്ക വേറെ വർത്തമാനങ്ങളാണ് പറയുന്നത്. പിന്നെ സ്ത്രീകൾ കൂത്തച്ചികളായിരുന്നു. ആ ആളുകൾക്ക്, അതായത് ആണുങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് പീസുകൾ മാത്രം. അതിൽ നിന്നൊക്കെ മാറിയില്ലേ? കാലം മാറി, കലയായിട്ട് അത് ആസ്വദിക്കാൻ തുടങ്ങി. ആൺ പെൺ വ്യത്യാസങ്ങളില്ലാതെ എല്ലാം മാറി. 47-ൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആദ്യത്തെ കാര്യം തന്നെ ഇത് തന്നെയാണ്, സമത്വം. ഇതൊക്കെ വന്നിട്ടും ഇതൊന്നും പ്രാപ്യമാകാതെ ഇന്നും അതേ ഗോത്രീയതകൾ കൊണ്ട് കിടക്കുന്ന മനുഷ്യർക്കെതിരെ സംസാരിക്കണ്ടേ? തിരിച്ചറിവുകൾ വരണ്ടേ? അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ അഭിനയിക്കുന്ന മണ്ടന്മാരോടൊന്നും പറയാനില്ല. ഉറങ്ങുന്നവനെയല്ലേ വിളിച്ചുണർത്താൻ പറ്റൂ? ഉറക്കം നടിക്കുന്നവനെ എന്ത് ചെയ്യാൻ പറ്റും? വിഷമമായവർ മാറിയിരുന്ന് മോങ്ങുക. അത് ഒരു പക്ഷേ ഈ പെൺകുട്ടികൾ അനുഭവിച്ച വേദനയുടെ 1% പോലും ഉണ്ടാകില്ല. 100%-ൽ 1% മാത്രമായിരിക്കും നിങ്ങളുടെ ഈ വേദന. എത്രമാത്രം വേദന ഉണ്ടായിരുന്നിരിക്കും? തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിഷയത്തിലേക്ക് തങ്ങളെ വലിച്ചിടുകയാണ്. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, വേറെ വഴിയില്ലാതെ അധ്വാനിക്കണം എന്നുള്ള ഒരൊറ്റ മനസ്സുകൊണ്ട് ആകെ ഉണ്ടാകുന്ന അറിയുന്ന കല ഉപയോഗിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു വരുന്ന പെൺകുട്ടികൾ സെക്ഷൽ അബ്യൂസ് ചെയ്യുന്ന വൃത്തികെട്ട മനസ്സുള്ളവന്മാർക്ക് ഇത് നല്ലൊരു തിരിച്ചടിയാണ്. ഇങ്ങനെ ഇതിന് പാടുള്ളൂ. ഇങ്ങനെ തന്നെയാണ് ഇതിന് മറുപടി കൊടുക്കേണ്ടത്. സോ കാത്തിരുന്ന് കാണാം എന്ത് നടക്കുമെന്ന്. ഇത് 6 വർഷം മുമ്പ് നടന്ന ഒരു വിഷയത്തിനെ മീഡിയ വൺ പബ്ലിഷ് ചെയ്ത ഒരു സംഗതിയാണ്. ഇതുവരെ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ പെൺകുട്ടി പറഞ്ഞ ആളിനെ നീക്കി നിർത്തിയിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരുപാട് സിനിമകൾ അയാൾ വീണ്ടും ചെയ്ത് കാണും. അയാൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും. നിങ്ങൾ ചെയ്തോളൂ. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ കുറച്ച് അടക്കം കാണിക്കേണ്ട ആവശ്യകത ഒരുപാടുണ്ട്. നിങ്ങൾ ഒരാളെ മാറ്റി നിർത്തുന്നത് എന്തിനാണ്? അയാൾ സമ്മതിക്കാത്തത് കൊണ്ടല്ലേ? അത് ശരിയുള്ള നടപടിയല്ല. ആ നടപടി തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. അത് പ്രതികരിക്കുന്ന പെൺകുട്ടികൾക്ക് സ്ഥലം. അതിനി അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ആണെങ്കിൽ പോലും പ്രതികരണ ശേഷി കൃത്യമായ എവിഡൻസ് വെച്ചിട്ടാണെങ്കിൽ, പരാതി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവർക്കൊപ്പം തന്നെയാണ്. ചോദ്യം വരാം, സോണിയ മൽഹാറിനോട് എന്താണ്? പരാതി ഇല്ലല്ലോ അവർക്ക് ടൈം പാസ് അല്ലേ, അറ്റൻഷൻ സീക്കിംഗ് അല്ലേ. പരാതി കൊടുത്ത പെൺകുട്ടികൾ ജെനുവിൻ തന്നെയാണ്. അവർക്ക് നിശ്ചയദാർഢ്യമുണ്ട്. അവരനുഭവിച്ച വേദന അവർക്ക് ഓർമ്മയുണ്ട്. അവർക്കൊപ്പം തന്നെയാണ്, സ്ത്രീക്കൊപ്പം തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ പെൺകുട്ടികൾക്കൊപ്പം തന്നെയാണ്. താങ്ക് യു.